അനാശാസ്യത്തിന് അറസ്റ്റിലായ യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് നവംബർ 15-ന് ആത്മഹത്യ ചെയ്ത ചെറുപ്പളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ഇപ്പോൾ പുറത്തുവരുന്ന ഗുരുതരമായ ആരോപണം. 2014-ൽ അനാശാസ്യത്തിന് പിടികൂടിയ യുവതിയെ സ്റ്റേഷനിലെത്തിയത് മുതൽ വിട്ടയച്ചതും പിന്നീട് യുവതിയുടെ വീട്ടിലേക്ക് പോയ സംഭവങ്ങളുമാണ് CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. നിലവിൽ ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പുറത്തു വന്നത്. 2014 ഏപ്രിലിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. യുവതി സ്റ്റേഷനിലെത്തിയപ്പോൾ അവൾ ആള് കൊള്ളാമല്ലോ, ഇന്ന് നമുക്ക് രണ്ടാൾക്കും അവളുടെ അടുത്തേക്ക് പോയാലോ എന്നാണ് ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ബിനു തോമസിനോട് ചോദിച്ചത്. അക്കാര്യത്തിൽ തനിക്ക് താല്പര്യം തോന്നിയില്ലെന്നാണ് ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സ്ത്രീയുടെ ഒപ്പം പോകാൻ ബിനു തോമസിനെ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിച്ച് കൂടെ കൂട്ടിയെന്നും അതിനുശേഷം ഇതും പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യം. പാലക്കാട് ജില്ലയിലെ ഒരു അനാശാസ്യ കേസിൽ അറസ്റ്റിലായ യുവതിയെ അന്ന് തന്നെ ഉമേഷ് വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അമ്മയും 2 മക്കളുമുള്ള വീട്ടിൽ രാത്രി സമയത്തെത്തിയാണ് CI ആയിരുന്ന ഉമേഷ് പീഡിപ്പിച്ചതെന്നും കേസ് ഒതുക്കാനും മാധ്യമങ്ങളിൽ കേസിന്റെ വാർത്ത വരാതിരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ വഴങ്ങുകയല്ലാതെ യുവതിക്ക് വേറെ മാർഗമില്ലായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. മേലുദ്യോഗസ്ഥനെ യുവതിയുടെ വീട്ടിൽ ഇറക്കിയെന്നും കാര്യം കഴിഞ്ഞ ശേഷം അദ്ദേഹം വിളിച്ചപ്പോൾ കാറുമായി പോയി കൂട്ടിക്കൊണ്ടുവന്നുവെന്നും ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി. കേസ് പുറത്തറിയിക്കുമെന്ന് മേലുദ്യോഗസ്ഥൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പീഡിപ്പിക്കാൻ തന്നെയും നിർബന്ധിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. 2014-ൽ പാലക്കാട് സർവീസിലിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളാണ് കത്തിലുള്ളത്. ആരോപണ വിധേയനായ മേലുദ്യോഗസ്ഥൻ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഡിവൈഎസ്പി ആണ്. സംഭവ ദിവസം ഉച്ചവരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബിനു തോമസ് ക്വാർട്ടേഴ്സിലേക്ക് പോയിരുന്നു. കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സഹപ്രവർത്തകരാണ് ഫാനിൽ കുടിവെള്ള പൈപ്പിന്റെ ഓസിൽ തൂങ്ങിയ നിലയിൽ ബിനുവിനെ കണ്ടെത്തിയത്. ശരീരം നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളും ജോലി സംബന്ധമായ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ആദ്യം കേബിളിൽ തൂങ്ങിയ ബിനു തോമസ് ശ്രമം പരാജയപ്പെട്ടതിനു ശേഷം കുടിവെള്ള പൈപ്പിന്റെ ഓസിൽ തൂങ്ങുകയായിരുന്നുവെന്നാണ് നിഗമനം.